ഒതുങ്ങി നിന്നവരൊക്കെ ഇപ്പോൾ സ്ട്രോങ് ആയിട്ട് കളികൾ ആരംഭിച്ചിരിക്കുകയാണ്. അതായത് ആദില, നൂറ ഈ സീസണിലെ രണ്ട് തീപ്പൊരി കണ്ടസ്റ്റൻസ് തന്നെയാണ്. അത് ഇന്നലത്തെ ഒരൊറ്റ ലൈവ് കണ്ടപ്പോഴേക്കും പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുമുണ്ടാകും. ആദില ഓൾറെഡി വളരെ ബോൾഡ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് തന്നെ ആയിരുന്നു. എന്നാൽ നൂറ അങ്ങനെയല്ലായിരുന്നു. കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ വന്ന സമയത്ത് നൂറയോട് അത് ചോദിക്കുകയും ചെയ്തു, ഇങ്ങനെ സംസാരിക്കാത്ത ഒരു പെൺകുട്ടിയാണോ നൂറെ താനെന്ന്. എന്നാൽ അതിനൊന്നും മറുപടി നൂറ നൽകിയിരുന്നില്ല. പിന്നെ കണ്ടത് നൂറയുടെ മറ്റൊരു മുഖമായിരുന്നു. നമ്മുടെ ബിഗ് ബോസ് വീടിനകത്ത് എന്ത് തന്നെ പ്രശ്നമുണ്ടായാലും പറയേണ്ടത് തന്നെ പറഞ്ഞ് പോയിന്റോട് പറഞ്ഞ് മുന്നേറുകയാണ് നമ്മുടെ നൂറ. ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് ബിഗ് ബോസ് വീട്ടിലെ ഗ്രൂപ്പിനെ അടിച്ചൊതുക്കി അവിടെ കിടത്തി എന്ന് തന്നെ പറയാം നമ്മുടെ നൂറ. കഴിഞ്ഞ ഒരാഴ്ച ബിഗ് ബോസ് വീട്ടിൽ പൊണ്ട് വിളയാടിയ അക്ബർ, അപ്പാനി, റന, ഫാത്തിമ, ജിസൈല് ഇവരുടെ ഈ ഗാങ്ങിനെ മറുപടി നമ്മുടെ നൂറ പറയുന്നത് കേട്ട് അത് അന്തം വിട്ട് നോക്കി നിൽക്കുന്ന അക്ബറിനെയും കൂട്ടരെയും ആണ് നമ്മുടെ ഇന്നത്തെ ലൈവിൽ നമ്മൾ കണ്ടത്. എന്തായാലും നൂറയുടെ വമ്പിച്ച് തിരിച്ചു വരവ് തന്നെയാണിത്. എന്തായാലും ഇത്തവണത്തെ ബിഗ് ബോസിന്റെ സെലക്ഷൻ ഒന്നും തെറ്റിയിട്ടില്ല. ഒന്നിനൊന്നും മികച്ച കണ്ടസ്റ്റൻസിനെ തന്നെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ 7 ബിഗ് ബോസ് കൊണ്ടെത്തിച്ചിട്ടുള്ളത്. എന്തായാലും നൂറയുടെ ഇനിയുമുള്ള വിളയാട്ടങ്ങൾ നമുക്ക് കണ്ടു തന്നെ അറിയാം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ടോപ്പ് 5 എന്തായാലും ഉണ്ടാകാനുള്ള സാധ്യത നൂറയ്ക്കുണ്ട്. അപ്പാനിയും സംഘവും ആദിലയും നൂറയും ഒന്ന് ടാർഗറ്റ് ചെയ്യാൻ ശ്രമിച്ചതേ അവർക്ക് ഓർമ്മയുണ്ടാകുകയുള്ളൂ. ടാർഗറ്റ് ചെയ്യാൻ ശ്രമിച്ചവരെ തിരിച്ചു ടാർഗറ്റ് ചെയ്ത് താഴ്ത്തിയ ഒരു സീൻ തന്നെയാണ് നമ്മുടെ ആദിലയും നൂറയും ചേർന്ന് ബിഗ് ബോസ് വീട്ടിൽ ഇന്നലത്തെ ലൈവിൽ ഉണ്ടാക്കിയത്. എന്തായാലും ഇത് നല്ലൊരു തിരിച്ചുവരവ് തന്നെയാണ് നൂറയുടേത്. അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്.